64ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലെ ട്രോഫി കമ്മിറ്റിയുടെ ഒപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം വിജയികൾക്കും അതേപോലെ ഓവറോൾ ട്രോഫികളുമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ട്രോഫി ഇപ്പം ഓവറോൾ ട്രോഫികൾ അതേപോലെ വിജയികൾക്കുള്ള ട്രോഫികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ? നിങ്ങൾ രണ്ട് സംഘടനകൾ ഒരുമിച്ചിട്ടാണ് ഈ കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ട്രോഫി കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് സെൻറ്റർ എന്നൊരു സംഘടനയും കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്നുള്ള രണ്ട് സംഘടനകൾ ചേർന്നാണ്. ഏകദേശം നമുക്ക് 980ഓളം ഇൻഡിവിജ്വൽ ട്രോഫികളും 40ഓളം ഓവറോൾ ട്രോഫികളും നൽകേണ്ടതായിട്ടുണ്ട്. ഏകദേശം 2.5-3 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ ഞങ്ങൾ വിവിധ സ്പോൺസർമാരെ സമീപിച്ചുകൊണ്ടാണ് നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കുന്നത്. ഇൻഡിവിജ്വൽ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് റേസ് കോഴിക്കോടാണ്. ഓവറോൾ ട്രോഫികൾ വിവിധ സംഘടനകൾ സ്പോൺസർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒന്നാം സമ്മാനം കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ഫാൻറ്റസി പാർക്ക്, ഫ്ലോറ ഫാൻറ്റസി പാർക്ക് ഒരു ഫ്രീ ഗിഫ്റ്റ് വൗച്ചറിന് കൂടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ കൊമാച്ചി എഡ്യൂക്കേഷണൽ പാർക്കും ഒരു വൗച്ചർ എന്താകുന്നുണ്ട്, ഫ്രീ ആയിട്ട് എന്താകുന്നത് കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പതിവ് പോലെ എല്ലാ കൊല്ലവും ഉള്ള പോലെയാണോ? നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ട്രോഫികൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് മറ്റം തൃശ്ശൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് നമുക്ക് ട്രോഫി ലഭ്യമാക്കുന്നത്. നമ്മൾ ഇത്രയും ബൾക്ക് കിട്ടണമെങ്കിൽ എളുപ്പം അവിടെ നിന്ന് എടുക്കുന്നതാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള മറ്റം തൃശ്ശൂർ ട്രോഫീസ് എന്നാണ് നമ്മൾ ഈ ട്രോഫികളൊക്കെ എടുത്തിട്ടുള്ളത്. എത്രത്തോളം ഓവറോൾ ട്രോഫികളാണ് ഇവിടെ ഉള്ളത്? ഏകദേശം 48ഓളം ഓവറോൾ ട്രോഫികൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്.